Itu Kerala seperti Indonesia ya? Oh iya, weh. Halal kan apa? Ini Kerala Natoli, Natoli. Latoli. Latoli ya. Iya, tidak. Itu istriku yang dia tahu. Oh, diculin. Bismillah. Tidak Pakistan. Pakistan. Selamat pagi guys. I am back. നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ സുമത്ര ദ്വീപിലെ പലംബങ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അവിടെയുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ട്രഡീഷണൽ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു അവധി ദിവസം ആയതുകൊണ്ട് ഈ ഗ്രാമവാസികൾ ഫുള്ള് ഈ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. വേറെ എവിടെയും പോയിട്ടില്ല. എല്ലാ ആൾക്കാരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പൊതുവെ എല്ലാ ഇന്തോനേഷ്യൻ ഗ്രാമങ്ങളിലും ഇതുപോലുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ഉണ്ടാവും. പച്ചക്കറികളാണെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെ കൃഷി ചെയ്ത് അത് ഇവിടെ തന്നെ കൊണ്ടുവച്ച് വിൽക്കുമ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. ഗ്രാമവാസികൾക്ക് അത് വിൽക്കാൻ ഒരു സ്ഥലവും കിട്ടും. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങുന്നതിനേക്കാളും വില കുറച്ച് വാങ്ങിക്കാനും പറ്റും. തേങ്ങയെക്കാളും അവരുടെ പാചകത്തിൽ തേങ്ങാപ്പാലിന് ഒരുപാട് സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഈ എക്സ്ക്ലൂസീവ് തേങ്ങാപ്പാലിൻ്റെ ഷോപ്പ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ അങ്ങനെ തേങ്ങാപ്പാൽ മാത്രം വിൽക്കുന്ന കട മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ല. അതായിരിക്കുന്ന എല്ലാം മസാലകളാണ്. പല പല ബൂംബു മസാല എന്ന് അവർ പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു കറിക്കാണെങ്കിൽ അവർ ഈ മസാല വാങ്ങിക്കും. ഇപ്പോൾ ഇന്നൊരു കറി വയ്ക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ പോലെ വീട്ടിൽ പോയി അരച്ച് തേങ്ങ അരച്ച് മുളകും മല്ലിയൊക്കെ മിക്സ് ചെയ്ത് സാധനം ഉണ്ടാക്കത്തൊന്നുമില്ല. ഇവിടെ വന്ന് ഈ ഇപ്പോൾ ചിക്കനാണ് വാങ്ങുന്നതെങ്കിൽ ചിക്കൻ വാങ്ങും, ഇവിടുന്ന് കുറച്ച് ആ മസാലയും വാങ്ങും, അതും വാങ്ങി കുറച്ച് പച്ചക്കറിയും വാങ്ങി സാമ്പാറിനകത്ത് ചിക്കൻ കറി ഇട്ട് കണക്കുള്ള ചിക്കൻ കറിയാണ് വെക്കുക. മാംസമാണ് പാചകം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മാംസം മാത്രമായിരിക്കില്ല, അതിൽ പച്ചിലയും പച്ചക്കറികളും ഒക്കെ അടങ്ങിയ ഒരു ഇറച്ചിക്കറി ആയിരിക്കും അല്ലെങ്കിൽ കോഴിക്കറി ആയിരിക്കും അവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇറച്ചിയുടെ കൊളസ്ട്രോളും കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നെത്തോലി ഇവിടെ ഇരിപ്പുണ്ട്, അത് മേടിക്കാൻ മമ്മ ബ്രേക്ക് ഇട്ടു. What do you call here? Bilis ya? Bilis ya? Bilis. Ini Kerala Natoli, Natoli. Latoli ya. Ya. Di India. Daripada telengan itu. അയിലയും ചാളയും മത്തിയും എല്ലാ സാധനവും ഉണ്ട്. ജീവനുള്ള മീനാട്ടോ എല്ലാം. Ada hidup ya? Kerek. Iya. Ada hidup. Ini dari pantai. If you want to choose, they will kill and cut and clean. Mama taking, buying all. Buying all. Itu ya aku katin mah. Nah, 30 beli. Berapa? How much is it? Berapa mas? Sekilo? Matang ya? 25. 1 kg 25. 25,000. Oh, diculin. Bismillah. Ini dari pantai atau itu kolam? Sungai. Pantai ya? Sungai kan mas? Kadang tambak. Tambah kail ya? Tambak means like people doing. അഗ്രികൾച്ചർ ലൈക്ക്. ഇത് ആൾക്കാർ വളർത്തുന്ന മീനാണ് കേട്ടോ. തലക്കിട്ട് 2 കൊട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പിടയ്ക്കുന്ന മീൻ. നല്ല പിടയ്ക്കുന്ന മീനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പൊരിച്ച് കഴിക്കാൻ പോകുന്നത് ഈ പിടയ്ക്കുന്ന മീനാണ്. അമ്മായി പച്ചമുളകും ചുവന്ന മുളകും ഒക്കെ വിൽക്കുന്ന സെക്ഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഇവിടെ ഇന്തോനേഷ്യയിൽ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. കൂടുതലും പച്ചമുളകോ അല്ലെങ്കിൽ ചുമന്ന മുളകോ വാങ്ങി അരച്ചാണ് അവർ കറികളിലും സൂപ്പിലൊക്കെ ചേർക്കുന്നത്. ചുമന്ന കളർ കറിക്കും സൂപ്പിനും ഒന്നും കാണില്ല, പക്ഷെ നല്ല എരിവ് കാണും. അവിടെ തീരുന്നില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഇന്തോനേഷ്യക്കാരുടെ പ്രിയപ്പെട്ട വിഭവമാണ് സാമ്പാൽ. അപ്പോൾ അതുണ്ടാക്കുന്നത് തന്നെ ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും അരിഞ്ഞിട്ട് അതിലേക്ക് അരച്ച ചുമന്ന മുളക് ചേർത്ത് ഉപ്പ് ഇട്ട് കറക്കിയെടുത്തിട്ട് അവർ അച്ചാർ കണക്ക് ഉണ്ടാക്കി വെക്കും. ഇത് അവരുടെ പ്രിയപ്പെട്ട വിഭവമാണ് സാമ്പാൽ. Telur means mata. Mota. Saya tahu telur. നമ്മുടെ കയ്യിലുള്ള സഞ്ചിയുടെ ഭാരം കൂടി വരുവാണ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങി. ഇനി നമുക്ക് കോഴി വാങ്ങിക്കാൻ ബാക്കിയാണ്. അപ്പോൾ കോഴി വാങ്ങാൻ പോവുകയാണ് മമ്മ. അപ്പോൾ കട്ട് ചെയ്ത പീസുകളാണ് കേട്ടോ ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഓരോരോ പീസുകളായിട്ട് മമ്മ വീണ്ടും അതിലോട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 3 കിലോയ്ക്ക് മേലെയായി. ഇപ്പോൾ അത് 1,18,000
IDR ആണ് ഇവിടുത്തെ ഇന്തോനേഷ്യൻ റുപ്പിയ വെച്ച് നോക്കുകയാണെങ്കിൽ. നമ്മുടെ നാട്ടിൽ ഏകദേശം 550 രൂപയായി 3 കിലോ ചിക്കൻ വാങ്ങിയപ്പോൾ. അപ്പോൾ അവരിവിടുന്ന് തന്നെ കട്ട് ചെയ്ത് തരും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ ചിക്കൻ്റെ തൊലി കളയില്ല. കറി വെക്കുമ്പോഴായാലും പൊരിക്കുവാണെങ്കിലും ഒക്കെ വീട്ടിൽ വൃത്തിയാക്കും, തൊലി അതോടെ അങ്ങനെ തന്നെ വെച്ചിരിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ തൊലി കളഞ്ഞിട്ട് വെക്കുന്ന ആ ഒരു ചിക്കൻ കറിക്കുള്ള ടേസ്റ്റ് അത് വേറെയാണ്. അങ്ങനെ കോഴി വാങ്ങി. ഇനി നമുക്ക് വാങ്ങേണ്ടത് കോഴിയല്ല, കോഴി മുട്ടയാണ്. അത് മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി കറങ്ങി ഈ ബീഫ് സ്റ്റോളിൻ്റെ ഇതുവഴി കറങ്ങിയിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോവും. Yeah. Where you came from? Huh? Where you came from? Dari India. India. Yeah. Yes, food. Huh? India, food. Kerala. Kerala. India Selatan. Your friend? Iya. Tidak, itu istriku. Istri. Iya. Your wife? Yeah. Iya. India. Iya, English. Iya Muslim. Inggris baik. Good. Oke, Pak. Bye bye. Bahasa Inggrisnya bagus. നമ്മളിപ്പോൾ കണ്ട കാക്ക നമ്മളോട് പറഞ്ഞത്, എന്നോട് ചോദിച്ചത് എവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞു ഇന്ത്യയാണ്. പഞ്ചാബ് ആണോ ചോദിച്ചു. അല്ല, കേരള, ഇന്ത്യ സെലത്താൻ, സൗത്ത് ഇന്ത്യ ആണ്, കേരള എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. ഫ്രണ്ടാണോ ചോദിച്ചാൽ നല്ല, ഇത് എൻ്റെ ഭാര്യയാണ്, ഇസ്ത്രിക്കു എന്ന് വെച്ചാൽ ഇവിടെ ഭാര്യ എന്നാണ്. ഭാര്യ, ഇസ്ത്രി ഭാര്യ, ഇസ്ത്രിക്കു എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു. നമ്മൾ വന്ന സമയം കറക്റ്റാണ് കേട്ടോ. നമ്മൾ വന്ന സമയവും നമ്മൾ പോകുന്ന സമയവും കറക്റ്റാണ്. ഇപ്പോൾ വീണ്ടും തിരക്ക് കൂടി വരികയാണ്. നമുക്ക് ഇറങ്ങാനും കയറാനും ഒന്നും പറ്റുന്നില്ല. നമ്മളെന്തായാലും ആ സമയം ആയപ്പോഴേക്കും, ആ തിരക്ക് കൂടി വരുന്ന സമയം ആയപ്പോഴേക്കും നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറായി. അതെന്തായാലും നമ്മുടെ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഇവിടെ മുട്ട എണ്ണം അനുസരിച്ചല്ല വില ഈടാക്കുന്നത്, കിലോ അനുസരിച്ചാണ് മുട്ടയുടെ വില. ഇതിപ്പോൾ 1 കിലോ മുട്ടയ്ക്ക് 27,500 IDR ഇന്തോനേഷ്യൻ റുപ്പിയാണ്. അത് ഏകദേശം നമ്മുടെ നാട്ടിലെ 130-140 രൂപ വരും. അപ്പോൾ 1 കിലോ മുട്ടയിൽ എത്ര മുട്ട ഉണ്ടാവും എന്നറിയില്ല, അത് എണ്ണി നോക്കണം. ഇതിപ്പോൾ മമ്മ കൗണ്ട് ചെയ്താണ് ഇടുന്നത്. ഞാനത് കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് പറയാം എത്ര മുട്ടയുണ്ട്. നാടൻ മുട്ടയാണ്, കോഴിമുട്ടയാണ്. അതിനിപ്പുറത്ത് ആ വെള്ള കളറിൽ ഇരിക്കുന്നത് താറാമുട്ട. എനിക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലും കുറച്ച് നാൾ കഴിയുമ്പോൾ മാറി വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ ഇത്. കാര്യം പണ്ട് തേങ്ങ കിലോ അനുസരിച്ച് തൂക്കി വാങ്ങിക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അതുപോലെ ഒരു ദിവസം നമ്മുടെ നാട്ടിലും ഇതുപോലെ കോഴിമുട്ട നമ്മൾ തൂക്കി വാങ്ങിക്കുന്ന ഒരു ദിവസം വരാൻ ചാൻസ് ഇല്ലാതില്ല. Balik nak jalan apa nak naik becak? Becak be? Pulang. Ya. Pulang naik becak. Tidak. Pulang kaki-kaki. Capek dah. Aku tidak capek. Mau capek? Benar. Capek Repa yang capek. Berapa capek? Capek. Sedikit saja. Hah? Tidak apa. Lewat jalan yang tadi. Oh, dah apa deh. Berapa kilo ya, Pak? 1,6. നമ്മൾ 1.5 കിലോ മുട്ട വാങ്ങിച്ചു. India. India Selatan, Kerala. 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 Iya. Asli. Iya. Dah. Tidak Pakistan. Pakistan. Jauh Pakistan, Pak. Jauh Pakistan, Pak. പാകിസ്ഥാനിൽ നിന്നാണ്, ഇന്ത്യയാണ്. അപ്പോൾ ചോദിച്ചു ഇന്ത്യ പാകിസ്ഥാൻ അടുത്ത് കിടക്കുന്ന ഇന്ത്യ ആ ഭാഗമാണ്, കാശ്മീർ ആണോന്ന്. ഞാൻ പറഞ്ഞു അല്ല. എന്നെ കണ്ടിട്ട് ഒരു കാശ്മീരി ലുക്കുണ്ടോ ഗൈസ്? ഇത് വെച്ച് കാശ്മീരിയാണോ? ഞാൻ പറഞ്ഞു അല്ല, കാശ്മീർ അല്ല, ഇന്ത്യ സെലത്താൻ എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയാണ്. കറാള എന്നാണ് പറയുന്നത്. ഇവർക്ക് കേരള എന്ന് പറയില്ല, അപ്പോൾ കറാള എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നാണ്. കോളിസ് ഇവിടെ എല്ലായിടത്തും ഇപ്പോഴും കാണാൻ പറ്റും കേട്ടോ. ടൊയോട്ട കോളിസ് എന്നല്ല, ടൊയോട്ട കിജാങ് എന്നാണ് ഇവിടുത്തെ പേര്. ഇവിടെ ഇതുപോലെ എവിടെ നമ്മൾ ഇന്തോനേഷ്യയിൽ എവിടെ വണ്ടി പാർക്ക് ചെയ്യാനും പാർക്കിംഗ് ഫീസ് കൊടുക്കണം. ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന പാർക്കിംഗ് ഫീസൊന്നും അല്ല. ഗ്രാമത്തിലുള്ള ആരെങ്കിലും ഒരാൾ അവിടെ വന്ന് നിന്നിട്ട് ആൾ സ്വന്തമായിട്ട് ആ ജോലി അങ്ങ് ഏറ്റെടുക്കും. എവരുടെ എന്ന് പറയും. അത് കഴിഞ്ഞാൽ പൈസ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം അവിടെ കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഇയാൾക്ക് പാർക്കിംഗ് ഫീസും കൊടുത്തിട്ടായിരിക്കും നമ്മൾ പോകേണ്ടത്. Tidak ada parkir Kerala. Kerala parkir gratis. Iya. Sini kencing bayar. Iya. Saya tidak mau beli parkir di sini. ഷോപ്പിംഗ് കഴിഞ്ഞ് രണ്ടുപേരും ക്ഷീണിച്ചിട്ടുണ്ട്. അമ്മായി പറയുന്നത് തിരിച്ചു പോകുമ്പോൾ ബെജ്ജയിൽ പോകാമെന്ന് പറയുന്നത്. ബെജ്ജ എന്ന് വെച്ചാൽ ഒരാൾ ചവിട്ടും, നമ്മൾക്ക് അതിനകത്ത് ഇരിക്കാം. Do one thing. You guys go. I will come by walk. Okay? Dua orang ya? Bisa? Iya. Allah. Bisa tidak? Bisa. Because you are tall, sayang. Iya. Oh. Ini
I never. Ayo siang sama. Ini Aceh depan Sidomulyo ya. Pada cara B. Good suspension than our Alto Cat. നമ്മുടെ ഓൾട്ടോനേക്കാളും നല്ല സസ്പെൻഷൻ വണ്ടിക്ക്. നമ്മൾ അടിപൊളി. പക്ഷേ എനിക്ക് ഇച്ചിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് നല്ലപോലെ ഇരിക്കാം. കാര്യം അതനുസരിച്ച് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ഭൂരിഭാഗം പേർക്കും എനിക്ക് ഒരുപാട് ഹൈറ്റ് ഉണ്ടെന്നല്ല, ഇവിടുത്തെ ആൾക്കാരെക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സംഭവം അടിപൊളിയാണ്. പുള്ളിക്കാരനെ കാണിക്കുന്നത് ആളാണ് ഡ്രൈവ് ചെയ്യുന്നത്. വണ്ടികളൊക്കെ നമ്മൾ അടുത്തൂടെ പോകുന്നത്. നമ്മുടെ അമ്മായി ഇതാ പോകുന്നത്. Ayo, biasa dia. Di sini aja Pak. Makasih Pak, sehat-sehat. Pau. Oh, dia nak jual. Air putih saja, Mam. Makasih, Mam. Sudah jadi. Ada sekolah lagi. Harus 5. Campur pisang. Makasih, Mbak. Makasih. Campur pisang. Iya. Ini susu juga di sini. Susu. Susu ah, susu. Bukan. Itu. No susu. Powder, protein powder, like whey powder. Nutrisi Strawberry. nomor 1 di dunia. Iya Herbalife. Saya tahu di Dubai aja. Nah, di Dubai ada. Di Dubai ada. Jadi kalau konsumsi ini walaupun di Dubai bisa beli pakai ID Itu sendiri. dari Amerika ya? Iya, dari Amerika. Iya. Pesannya pakai ID. Foto dulu ya. Herbalife. 1, 2, 3. Iya, samudra warna karana. Bahasa Malayalam karanam. Di sini karena Iya, samudram. Bahagiam. Untuk Oh, ya sudahlah tante, jadi wong Dubai ini sih Mbak. itu Kerala. Seperti Indonesia ya. Oh iya, weh. നമ്മുടെ കേരളത്തിൻ്റെ ഫോട്ടോയും വീഡിയോസും കണ്ടപ്പോൾ ശരിക്കും ആൾ ഞെട്ടിപ്പോയി. ഇത്രയും മനോഹരമായ സ്ഥലം ഇന്ത്യയിലുണ്ടെന്ന് അവർക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അവർ കാണുന്ന ഇന്ത്യ, അവർ അറിഞ്ഞിട്ടുള്ള ഇന്ത്യ ഒന്നും ഇതുപോലെ ആയിരുന്നില്ല. കാരണം കേരളത്തെ പറ്റി നല്ലപോലെ ഒരു ഐഡിയ അവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല.